കിണ്ടിയിലെ ജലത്തോടൊപ്പം പൂക്കളോ തുളസിക്കതിരോ ഒക്കെ വയ്ക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഈ ഒരു തെറ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്യരുത്. അത് ഇരട്ടി ദോഷകരമായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന പൂക്കൾ കിണ്ടിയിൽ വയ്ക്കുന്നുണ്ട് എങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. യാതൊരു കാരണവശാലും കിണ്ടിയിലെ ജലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങളിലോ നിലവിളക്കിന്റെ മുൻപിലോ ചാർത്തല്ല. കിണ്ടിയിലെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് കിണ്ടിയുടെ വലിയ ദ്വാരം വഴി ജലം നിറച്ചെടുക്കുക. അതേസമയം കിണ്ടിയിലെ ജലം കളയുന്ന സമയത്ത് നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ വീട്ടിൽ നിലവിളക്ക് കൊളുത്താറുണ്ട്. നിലവിളക്ക് തെളിയിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാറുമുണ്ട്. ഇങ്ങനെ നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ ജലവും തീർത്ഥമായിട്ട് നമ്മൾ വെക്കും. അങ്ങനെ ജലം വെക്കുന്ന സമയത്ത് ആ ജലത്തിൽ പൂക്കളോ തുളസിക്കതിരോ ഒക്കെ നമ്മൾ നുള്ളിയിടാറുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളും ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിന്ന് ഈ പറയുന്ന കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കിണ്ടിയിലെ ജലത്തോടൊപ്പം പൂക്കളോ തുളസിക്കതിരോ ഒക്കെ വയ്ക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാനിന്ന് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഈ ഒരു തെറ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്യരുത്. അത് ഇരട്ടി ദോഷകരമായിട്ടുള്ള കാര്യമാണ്. വച്ചില്ലെങ്കിൽ വച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ പൂക്കൾ വെച്ചിട്ട് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ തെറ്റുകൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വീട്ടമ്മമാര് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. കിണ്ടിയുടെ വാൽഭാഗത്ത് പൂക്കൾ വെച്ച് അടയ്ക്കുക എന്നുള്ളത്. വാൽഭാഗത്ത് ഒരിക്കലും പൂക്കൾ വെച്ച് അടയ്ക്കാൻ പാടില്ല. നിങ്ങൾ പൂക്കൾ വെച്ചോളൂ, പക്ഷെ പൂക്കൾ കിണ്ടിയുടെ വലിയ വായ വരുന്ന ഭാഗത്ത് വേണം വയ്ക്കാനായിട്ട്. ഒരു കാരണവശാലും കിണ്ടിയുടെ വാലടയ്ക്കുന്ന രീതിയിൽ, ആ വാൽഭാഗം മൂടുന്ന രീതിയിൽ പൂക്കൾ വയ്ക്കരുത്. അത് വലിയ ദോഷമാണ്. നമ്മൾ ഭഗവാന് തീർത്ഥം വെച്ചിട്ട് ആ തീർത്ഥം സ്വീകരിക്കേണ്ട ഭാഗം അല്ലെങ്കിൽ തീർത്ഥം ഒഴിച്ചു കൊടുക്കേണ്ട ആ ഭാഗം മൂടി വെച്ച് ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ പൂക്കൾ വയ്ക്കുന്നത്. അതുകൊണ്ട് ആരും നിങ്ങളുടെ വീട്ടില് നിലവിളക്കിനൊപ്പം കിണ്ടിയിൽ പൂക്കൾ വയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ വാൽഭാഗം മൂടുന്ന രീതിയിൽ പൂക്കൾ വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലതരത്തിലുള്ള പൂക്കള് കിണ്ടിയിലെ തീർത്ഥത്തിനൊപ്പം വയ്ക്കാറുണ്ട്. പക്ഷെ ചില പൂക്കൾ കിണ്ടിയിലെ ജലത്തിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഏതൊക്കെ പൂക്കളാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് എരിക്കിൻ പൂവ്. എരിക്കിൻ പൂവ് യാതൊരു കാരണവശാലും കിണ്ടിയിലെ തീർത്ഥത്തിൽ വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാലപ്പൂവ്. ഈ പാലപ്പൂവും ഒരിക്കലും നമ്മൾ കിണ്ടിയിലെ ജലത്തിൽ വയ്ക്കരുത്. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത്, ഈ മഞ്ഞ അരളി പോലെ പൊട്ടിക്കുന്ന സമയത്ത് പാല് വരുന്ന ചില പൂക്കളുണ്ടല്ലോ. ചില ചെടികള് നമ്മളിങ്ങനെ പൂ പൊട്ടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പാല് വരും. അങ്ങനെയുള്ള ചെടികളിലെ പൂക്കള് നമ്മൾ ഇത്തരത്തിൽ കിണ്ടിയിലെ ജലത്തിൽ വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഈ മൂന്ന് പൂക്കൾ നിർബന്ധമായിട്ടും എല്ലാവരും ഇന്നു മുതലെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പൂക്കൾ കിണ്ടിയിൽ വയ്ക്കുന്നുണ്ട് എങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പുഷ്പങ്ങളൊക്കെയും സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ കിണ്ടിയിൽ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കിണ്ടിയിൽ നമ്മൾ വയ്ക്കുന്ന ആ ഒരു തീർത്ഥം നിങ്ങൾ കുടിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തുളസിയില അല്ലാതെ മറ്റൊന്നും തന്നെ, മറ്റൊരു പുഷ്പങ്ങളും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില വീട്ടമ്മമാര് ഈ തെറ്റ് ചെയ്യാറുണ്ട്. മഹാ അപരാധമാണ്. ഒരിക്കലും അറിഞ്ഞിരുന്നോണ്ട് ഈ തെറ്റ് ചെയ്യരുത്. കാര്യം മറ്റൊന്നുമല്ല, ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൂവും പ്രസാദവും ഉണ്ടല്ലോ. ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനി നൽകുന്ന പൂക്കള് ആ ക്ഷേത്രത്തില് പൂജിച്ചിട്ട് നമുക്ക് നൽകുന്ന പുഷ്പങ്ങളാണത്. ചില വീട്ടമ്മമാര് ഇത് കൊണ്ടുവന്ന് കിണ്ടിയിലെ ജലത്തിൽ വയ്ക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതല്ലേ, ഭഗവാന്റെ ചൈതന്യം പേറുന്ന പൂക്കളല്ലേ, ഇങ്ങനെ കരുതിയിട്ടാണ് കൊണ്ടുവന്ന് കിണ്ടിയിൽ നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം ആ നിലവിളക്കിനോടൊപ്പം കിണ്ടിയിലോ അല്ലെങ്കിൽ നിലവിളക്കിന്റെ പാദത്തിലോ ഒക്കെ സമർപ്പിക്കുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഇത് നിർമാല്യമായ വസ്തുവാണ്. ഭഗവാന് സമർപ്പിക്കപ്പെട്ട് നിർമാല്യമായി നമുക്ക് പൂജിച്ച് നൽകിയ വസ്തുവാണ് ഇത്.
ഇത് കൊണ്ടുവന്ന് യാതൊരു കാരണവശാലും കിണ്ടിയിലെ ജലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങളിലോ നിലവിളക്കിന്റെ മുൻപിലോ ചാർത്തരുത്. ഇത് പൂജാമുറിയിൽ വയ്ക്കുന്നതിൽ തെറ്റില്ല, ഏറ്റവും നല്ലതാണ് ഇങ്ങനെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വയ്ക്കുന്നത്. പക്ഷെ ഒരിക്കലും എടുത്ത് ചാർത്താനോ മറ്റൊരു പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ്. ചിലരൊക്കെ അറിയാതെ ഇത് കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുമ്പോൾ കിണ്ടിയിലെ ജലത്തിലും അതുപോലെ തന്നെ വിളക്കിന്റെ ആ ഒരു പാദത്തിലും ഒക്കെ സമർപ്പിക്കാറുണ്ട്. അറിഞ്ഞിരുന്നോണ്ട് ഈ തെറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇന്നു മുതലെങ്കിലും ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക. ഇനി അടുത്ത കാര്യം, 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് തുളസിപ്പൂവ് കിണ്ടിയിൽ വയ്ക്കുന്നവരോടാണ്. ഒരുപാട് പേര് തുളസിപ്പൂവ് ദിവസവും കിണ്ടിയിൽ വയ്ക്കാറുണ്ട്. ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എന്നാൽ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം എല്ലാ ദിവസവും തുളസി ഇറുക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. അപ്പോൾ ഏകാദശി ദിവസമൊക്കെ വരുന്ന സമയത്ത് ഓടിപ്പോയി നമ്മൾ തുളസി പറിക്കും. അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ഇങ്ങനെ ദിവസവും കിണ്ടിയിൽ തുളസിക്കതിര് വയ്ക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഏകാദശിയൊക്കെ വരുന്ന സമയത്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മുന്നേ പറിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ മുന്നേ പറിച്ചു വയ്ക്കുന്ന സമയത്ത് മുന്നേ പറിച്ച് നമ്മളൊരു വാഴയിലയിൽ വെച്ച് പിറ്റേ ദിവസം നമ്മൾ ഭഗവാന് സമർപ്പിക്കാനായാലും അതുപോലെ തന്നെ ഈ തീർത്ഥത്തിൽ ഇടാനായാലും ഒക്കെ എടുക്കുമ്പോൾ അത് വെള്ളം തളിച്ച് ശുദ്ധിയാക്കിയ ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2 നേരവും നിലവിളക്ക് തെളിയിക്കുന്നവരാണ് അല്ലെ. എല്ലാവരും തെളിയിക്കില്ല, എന്നാലും ചിലരെങ്കിലും രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കും. ഇങ്ങനെ രാവിലെ കിണ്ടിയിൽ വെച്ച ജലവും പൂവും വൈകുന്നേരത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചിലരെങ്കിലും അറിയാതെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ ദോഷത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. ഇനി വിളക്ക് കത്തിച്ചില്ലെങ്കിൽ പോലും അത്രയും ദോഷമില്ല. ഒരു നേരം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വച്ചിരിക്കുന്ന ആ കിണ്ടിയിലെ ജലവും പുഷ്പങ്ങളും അടുത്ത സമയം നിലവിളക്ക് തെളിയിക്കുമ്പോൾ മാറ്റിയിരിക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഒരേ ദിവസമാണെങ്കിൽ പോലും, അതായത് രാവിലെ തെളിയിച്ചു വയ്ക്കുന്ന സമയത്ത് വെച്ച ജലം സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മാറ്റേണ്ടതാണ്. പുതിയ ജലം നമ്മൾ വയ്ക്കണം. ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കാര്യമായാലും ഭഗവാന് ഒരു തവണ നമ്മൾ പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് നിർമാല്യമായിട്ട് തീർന്നു. നിലവിളക്ക് തെളിയിക്കുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും ഒരു പൂജയുടെ ഫലം തന്നെയാണ് അല്ലെ. അപ്പോൾ ഒരു തവണ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ വീണ്ടും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് കളയുന്ന സമയത്ത്, അതായത് കിണ്ടിയിലെ ജലത്തിനൊപ്പം വെച്ച പൂക്കൾ കളയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും വേസ്റ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ചവിട്ടുന്ന സ്ഥലങ്ങളിലോ ഒന്നും തന്നെ വലിച്ചെറിയാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഒരു ചെടിയുടെ ചുവട്ടിലൊക്കെ ആയിട്ട് കളയാവുന്നതാണ്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ നെഗ്ലക്റ്റ് ചെയ്ത് വലിച്ചെറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ പൂജയുടെ ഫലങ്ങൾ പോലും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിണ്ടിയിൽ ജലം നിറയ്ക്കുമ്പോഴും അതുപോലെ തന്നെ കിണ്ടിയിൽ നിന്ന് ജലം ഒഴുക്കി കളയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, കിണ്ടിയിലെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് കിണ്ടിയുടെ വലിയ ദ്വാരം വഴി ജലം നിറച്ചെടുക്കുക. അതേസമയം കിണ്ടിയിലെ ജലം കളയുന്ന സമയത്ത് ആ കിണ്ടിയിലെ ജലം ആ ചെറിയ ദ്വാരം വഴി, അതിന്റെ വാൽഭാഗം വഴി ഒഴിച്ചു കളയണം. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ശരിയായ രീതി എന്ന് പറയുന്നത്, കിണ്ടിയിലെ ജലം മുകൾ ഭാഗം വഴി നിറയ്ക്കുകയും അതിലെ ജലം ഒഴുക്കി കളയുമ്പോൾ ചെറിയ ദ്വാരം വഴി ഒഴുക്കി കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും പാലിക്കാതെ തെറ്റായ രീതിയിൽ പൂജ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. അങ്ങനെ പൂജ ചെയ്യുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. പഞ്ചഭൂതങ്ങളുടെ സമന്വയമാണ് നിലവിളക്കിനടുത്ത് നമ്മൾ ഈ കിണ്ടിയിൽ ജലം വയ്ക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം ഇതെല്ലാം കൂടെ ഒരിടത്ത് ചേരുന്ന സമയത്ത് ആ ജലം എന്ന് പറയുന്ന ആ ഒരു സാന്നിധ്യമാണ് നമ്മൾ ഇത്തരത്തിൽ കിണ്ടിയിൽ ജലം വയ്ക്കുക എന്ന് പറയുന്നത്. അത് കിണ്ടിയിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. കിണ്ടി ഇല്ലാത്തവർക്ക് ഒരു ഓട്ടുപാത്രത്തിൽ തീർത്ഥം വെച്ചാലും മതി എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ വയ്ക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ കിണ്ടിയിലെ ജലം നമുക്ക് എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നമ്മൾ ആ ജലത്തെ വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കേണ്ടത്.
അത് ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു ജലത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതിന്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ തേടിയെത്തുന്നത് ദോഷഫലങ്ങളായിരിക്കും, വിപരീത ഫലങ്ങളായിരിക്കും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരും നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.